മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന സാരികളിലേക്ക് അത്ഭുതത്തോടെ നോക്കി കണ്ണു മിഴിച്ചിരിപ്പാണ് തുമ്പി. കോളേജ് ഫംഗ്ഷനും കല്യാണത്തിനുമൊക്കെയായി ഡ്രസ്സ് എടുക്കാൻ വന്നതാണവൾ. കൂടെ എല്ലാവരുമുണ്ട്. എല്ലാവർക്കും ഒപ്പം നിൽക്കുമ്പോഴും മുഖം വീർപ്പിച്ച് പിടിച്ചുകൊണ്ട് മാറി നിൽക്കുന്നവരിൽ നോട്ടം ചെന്ന് നിൽക്കുന്നതുമുണ്ട്. കോളേജിൽ പോകാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് അപ്പയും അമ്മയും വിളിക്കുന്നത്. രണ്ടുപേരോടും കൂടെ വരാൻ പറഞ്ഞുകൊണ്ട്. തനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം സമ്മതിച്ചതാണ് നമ്മുടെ ആള്. തുമ്പിയൊരു നിശ്വാസത്തോടെ ഓർത്തുപോയി. എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോഴും മാറി നിൽക്കുന്നവനെ ബാക്കിയുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എത്രയ്ക്ക് അവനിലേക്ക് അടുക്കാൻ ശ്രമിച്ചിട്ടും അവനകന്നു തന്നെ നിൽക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ എങ്ങനെ അവനോട് അടുക്കണമെന്ന് ആർക്കും അറിയുന്നില്ല എന്നതാണ് സത്യം. ചെക്കനെ ക്ഷമ കെടുമ്പോൾ തുമ്പി ദയനീയമായി അവനെ നോക്കും. അത് കാണുമ്പോൾ സ്വയം ഒന്നടങ്ങും അവൻ. ആ നിമിഷങ്ങളിലൊക്കെയും വല്ലാത്തൊരു സ്നേഹം തോന്നിപ്പോകും തുമ്പിക്ക്. പരിചയമില്ലാത്ത ഈ സാഹചര്യത്തോട് അവൻ പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നത് തനിക്ക് വേണ്ടി മാത്രമാണ്. നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ശിവയ്ക്ക് പ്രയാസമേറിയതാണ്. ബന്ധങ്ങളും അവയുള്ള കമ്മിറ്റ്മെൻറ്റ്സുമൊക്കെ അവനിൽ തീർക്കുന്ന അസഹിഷ്ണുത അവൾക്കറിയാം. അവളോളം അവനെ മനസ്സിലാക്കുന്ന ആരുമില്ല. നേരത്തെ ഒരു ചിരിയോടെ തൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു തുമ്പി. എല്ലാവരുടെയും ഇഷ്ടത്തിന് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പാർവതിക്ക് ഒന്നിനും ഒരു താല്പര്യം തോന്നുന്നുണ്ടായിരുന്നില്ല. വിവാഹം, അത് കഴിഞ്ഞുള്ള ജീവിതമൊക്കെയും എന്നേ മറന്നതാണ്. ഓർക്കാനുള്ള യോഗ്യത പോലും തന്നെ പോലൊരു പെണ്ണ് ഇല്ലെന്നവർ ഉള്ളുകൊണ്ട് ഉറച്ചു വിശ്വസിച്ചു പോന്നിരുന്നു. അല്പം മാറി സോഫയിലിരുന്ന തുമ്പിയെ നോക്കി മുഖം വീർപ്പിച്ച് പിടിച്ചവനെ ഒരു നിമിഷം നോക്കിയിരുന്നു പോയി പാർവതി. കുറുമ്പ് പിടിച്ചൊരു ചെക്കൻ. അവിടെ ഹൃദയം വാത്സല്യം കൊണ്ട് നിറഞ്ഞു. അവൻ ഒരുപാട് സന്തോഷത്തിലാണെന്ന് തോന്നി. തോന്നലല്ല, സത്യമാണ്. അവൻ തൻ്റെ ജീവിതം ജീവിക്കുവാണ്, ഏറെ പ്രിയപ്പെട്ട ആൾക്കൊപ്പം. അവൻ്റെ സന്തോഷം അതല്ലേടൂ താൻ ഇത്രയും കാലം ആഗ്രഹിച്ചത്. അരികിൽ വന്ന് നിന്നുകൊണ്ട് വികാസ് ചോദിക്കുമ്പോൾ ഒരു ഞെട്ടിലോടെ മുഖം തിരിച്ചു നോക്കിയവർ. ചിരിയോടെ നിൽക്കുന്നവനെ കാണുമ്പോൾ വല്ലാത്തൊരു സമാധാനം തോന്നി. ഇനിയും ശിവയെക്കുറിച്ച് ഓർത്ത് തൻ്റെ കണ്ണ് നിറയരുത്. ഒരുപാട് അനുഭവിച്ച് തീർത്തവനാണ്. അവൻ്റെ സന്തോഷം എന്താണോ അതിനെ അവന് വിട്ടുകൊടുത്ത് നമുക്ക് മാറി നിൽക്കാം. അതാണ് ശരി. അവൻ ജീവിക്കട്ടെ അവൻ്റെ വേദയുടെ കൂടെ. നേരത്തെ ഒരു ചിരിയോടെ അവരുടെ കണ്ണുകളിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ട് വികാസ് പറഞ്ഞു നിർത്തുമ്പോൾ പാർവതിയും ഒന്ന് പുഞ്ചിരിച്ചു. എനിക്കൊരു സാരി കൂടി വേണം വല്യമ്മേ. എന്തിനാടാ? കോളേജ് ഫംഗ്ഷൻ ആണെന്നേ. ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഡ്രസ് കോഡൊന്നുമില്ല. പക്ഷെ സാരി ധാവണിയൊക്കെയാണ് എല്ലാവരും പറയുന്നത്. തുമ്പി ശ്രീദേവിയുടെ തോളിൽ ചാരി ഒരു നിശ്വാസത്തോടെ പറഞ്ഞതും ഒരു നിമിഷം അവളെ കണ്ണു നിറഞ്ഞു. എത്ര ദിവസങ്ങളായി ഇതുപോലെ ഒന്നവളെ അടുത്ത് കിട്ടിയിട്ട്. പരാതിയായിരുന്നില്ല, സങ്കടം. എല്ലാവർക്കും കൂടി ആകെയുള്ള പെൺതരിയല്ലേ. എന്തൊക്കെ പറഞ്ഞാലും അവളെ നഷ്ടപ്പെടുത്തി കളയാൻ ആർക്കും ആവില്ലായിരുന്നു. അതുപോലെ അവനെ നോവിക്കാനും. അവളെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ അവനെയും ഓർത്തു പോകും. അവൻ്റെ എല്ലാം അവൾ മാത്രമാണെന്ന് ഓർക്കും. മക്കളിൽ ആരെയും വേർതിരിച്ച് കാണാൻ അവർക്കും ആർക്കും ആവില്ലായിരുന്നു എന്നതാണ് സത്യം. പിന്നെ വർമ്മ മാത്രം ഇങ്ങനെയായത് എന്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ഏതെടുക്കും വല്യമ്മേ? തുമ്പി വീണ്ടും ചോദിച്ചതും ചിന്തകളിലായിരുന്ന ശ്രീദേവി ഒരു ചിരിയോടെ അവൾക്ക് വേണ്ടിയുള്ള സാരി തിരയാൻ തുടങ്ങി. ഈ സമയങ്ങളിലെല്ലാം തുമ്പിയുടെ ഓരോ ചലനങ്ങളും ലക്ഷ്യം വെച്ച ഒരാൾ കൂടി അവിടെയുണ്ടായിരുന്നു. ക്യാഷ്വൽ വെയർ ഡ്രസ് ധരിച്ച കസ്റ്റമർ എന്ന് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. എല്ലാവർക്കും ഇടയിൽ ചിരിയോടെ നിൽക്കുന്നവരുടെ ചിത്രങ്ങൾ ആരും അറിയാതെ തന്നെ അവൻ ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. ആരും തന്നെ തൻ്റെ പ്രവർത്തികളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുറപ്പ് വരുത്തിക്കൊണ്ട് ലിഫ്റ്റിലേക്ക് കയറിയവൻ തിരിഞ്ഞു നോക്കി. ഉള്ളിലേക്ക് കയറിയവൻ മുന്നോട്ട് നോക്കിയതും ചെകുത്താനെ മുന്നിൽ കണ്ടതുപോലെ വിറച്ചു. ലിഫ്റ്റിൻ്റെ വാളിലേക്ക് ചേർന്നിന്ന് കൈകൾ രണ്ടും പിണച്ചു കെട്ടി തന്നെ ഒരു ചിരിയോടെ നോക്കി നിൽക്കുന്ന രൂപം. ഡെവിൾ. ചുണ്ടുകൾ ആ പേര് പറയുന്നതിനൊപ്പം തന്നെ അവൻ്റെ നെഞ്ചിൽ ചവിട്ടി നിലത്തേക്ക് വീഴ്ത്തിയിരുന്നു ശിവ. വേദനയോടെ അയാൾ അലറി വിളിക്കുന്നതിനോടൊപ്പം കയ്യിലെ ഫോൺ തെറിച്ച് ശിവയുടെ കാൽച്ചുവട്ടിലേക്ക് വീണു. അത് കയ്യിലെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയത് തെളിഞ്ഞു വന്ന അവളുടെ ചിരിക്കുന്ന മുഖം അവനിലൊരു പുഞ്ചിരി വിരിച്ചു. ഐ നോ ഷീസ് ലുക്ക് ലൈക്ക് ആൻ ഏഞ്ചൽ. പ്രണയം നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ സ്വരം. പകപ്പോടെ അയാൾ അവനെ നോക്കി ഇന്ന് പോയി. ആ മിഴികളിൽ പോലും തിളങ്ങുന്നതായി തോന്നി അയാൾക്ക്. വേദന മറന്ന് സാഹചര്യം മറന്നുകൊണ്ട് ആദ്യമായി കണ്ണ് അത്ഭുതത്തോടെ ശിവയെ തന്നെ ഉറ്റുനോക്കി നിന്നു. പക്ഷെ എന്ത് കാര്യത്തിനായാലും മറ്റൊരാൾ അവളെ നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. മുരൾച്ചയുടെ പറയുന്നതിനൊപ്പം ജീൻസിന് പുറകിലായി വെച്ചിരുന്ന ഗണ്ണെടുത്ത് ട്രിഗർ ചെയ്തു. ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവൻ്റെ കാൽച്ചുവട്ടിൽ തന്നെ കിടന്നയാൾ. ഒരക്ഷരം പോലും പുറത്തേക്ക് വരാത്തതുപോലെ, ഭയം കൊണ്ട് ശരീരം ഒന്നാകെ തളർന്നതുപോലെ. എൻ്റെ പെണ്ണിൻ്റെ കാര്യത്തിൽ ഞാൻ അത്രയും സെൽഫിഷാണ് റഹ്മാൻ. അവളുടെ നിഴൽ പോലും ഒരാൾ നോക്കുന്നത് എനിക്ക് സഹിക്കില്ല. അപ്പം നീ? അത്രയും നേരം ശാന്തമായി പറഞ്ഞു വന്നവൻ്റെ മുഖം വന്യമായി ഒന്ന് തിളങ്ങി. ഹൗ ഡെയർ ടു ലുക്ക് ഓവർ മൈ ഗേൾ. അവളെൻ്റെ ജീവനാടാ.
പറയുന്നതിനൊപ്പം കയ്യിലെ ഗൺ അയാളുടെ തലയിലേക്ക് പോയിന്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിരുന്നു ശിവ. ഒന്ന് പിടയുക പോലും ചെയ്യാതെ ആ ശരീരം നിശ്ചലമായത് വല്ലാത്തൊരു ആനന്ദത്തോടെ അവൻ കണ്ടു നിന്നു. മോ പറഞ്ഞവൻ എഴുന്നേറ്റുന്നതും ലിഫ്റ്റ് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി. തുമ്പി നിൽക്കുന്ന ഫ്ലോറിലെത്തിയതും ലിഫ്റ്റ് ഓപ്പണായി. ശിവ ഇറങ്ങുന്നതിന് ഒപ്പം അതിനുള്ളിലേക്ക് അവൻ്റെ ഗാർഡ്സും കയറിയിരുന്നു. ദർശ ശിവയെ കണ്ട് തുമ്പി ഓടി വന്നവനെ കൂർപ്പിച്ചു നോക്കി. ഡ്രസ്സ് എടുത്ത് അവൻ ഇരിക്കുന്നിടത്തേക്ക് നോക്കിയതും കാണാതെ തിരിഞ്ഞു വന്നതാണ് പെണ്ണ്. ഒരു നിമിഷം അവൻ പിണങ്ങിപ്പോയിന്ന് പോലും ചിന്തിച്ചു പോയവൾ വീർപ്പിച്ച് പിടിച്ച മുഖം കണ്ടതേ പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ കൂർപ്പിച്ച ചുണ്ടിൽ ഒന്ന് അമർത്തി മുത്തിക്കൊണ്ട് അകന്നു മാറിയവൻ തുമ്പി അങ്ങനെ അവനെ മിഴിച്ച് നോക്കി നിന്നുപോയി. പിന്നെ ബോധം വന്നതുപോലെ ചുറ്റുമൊന്ന് നോക്കി. അധികം തിരക്കൊന്നുമില്ലാത്ത ഇടമായതുകൊണ്ട് ആരും കണ്ടിട്ടൊന്നുമില്ല. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവനെ നോക്കി അവൾ. കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ അവളിൽ മാത്രം മിഴികൾ ഉറപ്പിച്ചു നിൽക്കുന്നവൻ. ആ നോട്ടവും മിഴികളിലെ തിളക്കവുമെല്ലാം തുമ്പിയിൽ വിറയിൽ സൃഷ്ടിച്ചു. ഹേയ്, ആർ യു ബ്ലഷിംഗ്? ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കവിൾ തൊട്ടതും തുമ്പി അവൻ്റെ കൈ തട്ടി മാറ്റി. വാട്ട്? ഇറ്റ്സ് എ പബ്ലിക് പ്ലേസ്. സോ വാട്ട്? യു ആർ മൈ വൈഫ്. അതിന് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യോ ദർശ? പിന്നെ പിന്നെ എങ്ങനെയൊക്കെയാ ചെയ്യോ വേദ? അവൾ പറഞ്ഞ അതേ ടോണിൽ തന്നെയായിരുന്നു ശിവയുടെ ചോദ്യവും. ചമ്മലയുടെ മുഖം കുനിച്ച് കളഞ്ഞവൾ അവർന്ന് ചിരിച്ചുകൊണ്ട് തോളിൽ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. ലാപ്പിൽ കാണുന്ന വിഷ്വൽസിലേക്ക് ഒരു ഞെട്ടലോടെ നോക്കിയിരിപ്പാണ് ജാൻവി. ഒരു പെൺകുട്ടിയെ 5ലധികം പേർ ചേർന്ന് ഉപദ്രവിക്കുന്ന വീഡിയോ. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ തെരച്ചിരുന്നു പോയി അവൾ. വർമ്മയും മൂർത്തിയും ഏൽപ്പിച്ച പെൻഡ്രൈവാണത്. അതിൽ വേദയെ കൊടുക്കാനുള്ള എന്തോ ആണെന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല അതിങ്ങനെ ഒന്നായിരിക്കുമെന്ന്. വർഷങ്ങൾ പഴക്കമുണ്ട് അതിനെന്ന് തോന്നി അവൾക്ക്. ഫോൺ ക്യാമറയിൽ ഒന്നും ഷൂട്ട് ചെയ്ത വിഷ്വൽ അല്ലെന്നും ഉറപ്പാണ്. എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും കൂടുതൽ നേരം അവൾക്ക് അതിലേക്ക് നോക്കാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. ആ പെണ്ണ് കർശന കാതിൽ തുളച്ചു കയറുന്ന പോലെ. അവളെ ഉപദ്രവിക്കുന്നത് മനുഷ്യരല്ല മൃഗങ്ങളാണെന്ന് തോന്നിപ്പോകുന്നു. വീഡിയോ ഓഫ് ചെയ്ത് ലാപ്പടിച്ച് മുഖം അമർത്തി തുടച്ചവൾ. ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിൽ നിറയുന്നു. ആരാണവൾ? അവൾക്ക് വേദയുമായുള്ള ബന്ധം എന്താണ്? ഈ ഒരു വിഷ്വൽസ് കണ്ടാൽ എങ്ങനെയാണ് അവൾ ശിവയിൽ നിന്നും അകലാൻ സമ്മതിക്കുന്നത്? ഇനിയും ആലോചിച്ച് നിൽക്കാനാവാതെ വേഗം തന്നെ ഫോൺ എടുത്ത് മൂർത്തിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, ഇതാരാ ഈ വീഡിയോയിലുള്ളത്? ഫോൺ എടുത്തത് അവൾക്ക് ചോദിക്കാനുണ്ടായിരുന്നത് അത് മാത്രമാണ്. ഒരു നിമിഷം മൂർത്തിയെന്ന് മൗനമായി അരികിലായി മുഖം കുണിച്ചിരിക്കുന്ന വർമ്മയെന്ന് നോക്കി. അത് പാർവതി വർമ്മ, തുമ്പിമോളുടെ അപ്പച്ചിയാണ്. ഒരു നിമിഷം മൂർത്തി പറഞ്ഞ മറുപടിക്കടുത്ത് ജാൻവിയുടെ കയ്യിലും ആ ഫോൺ താഴേക്ക് വീണിരുന്നു. എനിക്ക് മതി ദർശ, എത്രയോ കഴിച്ചു. ടേബിളിന് മുകളിലായി ഇരുന്നുകൊണ്ട് അവനെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ടാണ് പറച്ചിൽ. ഇപ്പോഴൊന്നും കഴിപ്പിക്കുന്നത് അവനാണ്. പീരിയഡ്സ് ടൈമിൽ അവൾക്കുണ്ടാവുന്ന വേദനയും ക്ഷീണവും കണ്ടതിൽ പിന്നെ ശിവ തന്നെയാണ് അവളെ കഴിപ്പിക്കുന്നത്. വല്ലാത്ത സന്തോഷം തോന്നും അവൾക്ക്. അവൻ്റെ എല്ലാം താൻ മാത്രമാണെന്ന് തോന്നും. സ്നേഹവും പ്രണയവും വാത്സല്യം കരുതലുമൊക്കെ തന്നോട് മാത്രമേയുള്ളൂ. മറ്റാരെയും ഒന്നിനെയും അവൻ കൺസിഡർ പോലും ചെയ്യില്ല. ഒരു വ്യക്തിയിൽ തീവ്രമായി പ്രണയിക്കപ്പെടുന്നത് ഭാഗ്യമാണ്. ആ കാര്യത്തിലെല്ലാം താൻ ഭാഗ്യവതിയാണ്. ഇനിയും കഴിച്ച് നിനക്ക് ഭാര്യ ഉണ്ടാവില്ല കേട്ടോ, വയറ് പൊട്ടി മരിച്ചു പോകും. വീണ്ടും എന്തോ പറയാൻ വാ തുറന്നതെ ചപ്പാത്തിയുടെ ഒരു പീസ് കൂടി മുറിച്ചവളുടെ വായിൽ വെച്ചു കൊടുത്തവൻ കണ്ണൂട്ടി കാണിക്കുന്നുണ്ട് തുമ്പി. എനിക്ക് എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, അതെപ്പോഴും നീ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇപ്പുറവും വാശിയോടുള്ള പറച്ചിലാണ്. ഇമകൾ ചിമ്മാൻ പോലും മറന്നുകൊണ്ട് അവനെ നോക്കി നിന്ന് പോയവൾ. പരിഭവമാണ് അവിടെ, ഒപ്പം കുശുമ്പും സ്വാർത്ഥതയും ആവോളമുണ്ട്. എനിക്കുള്ളതെല്ലാം നിൻ്റെയും കൂടിയല്ലേ ദർശ? എൻ്റെ കുടുംബം നിൻ്റെയുമല്ലേ, നിൻ്റെ അമ്മ. ഇനഫ് വേദ, എനിക്കതൊന്നും കേൾക്കാൻ പോലും താല്പര്യമില്ല. സോ പ്ലീസ് ഡോണ്ട്. പറയുന്നതിനൊപ്പം തന്നെ പാത്രവും എടുത്തുകൊണ്ട് എഴുന്നേറ്റ് പോയവൻ കുറച്ചു സമയം അങ്ങനെ ഇരുന്ന് പോയി തുമ്പി. പ്രതീക്ഷ മറുപടിയായിരുന്നിട്ട് കൂടിയും എന്തോ ഒരു സങ്കടം അവളെ പൊതിഞ്ഞു. എല്ലാവരും എത്രമാത്രം അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായതാണ്. ഇന്ന് തന്നെ അവൻ്റെ ഒരു നോട്ടത്തിനും വാക്കിനുമായി പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന മുത്തശ്ശിയെ കൂടി കണ്ടതും അറിയാതെ ചോദിച്ചു പോയതാണ്. തന്നിൽ മാത്രം അവനെ തടച്ചിട്ട് സ്വാർത്ഥത കാണിക്കരുത് എന്ന് തോന്നി. കുറച്ച് സമയം അങ്ങനെ ഇരുന്നതും ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് റൂമിനുള്ളിലേക്ക് പോയവൾ. രാത്രിയുടെ തണുത്ത കാറ്റും കൊണ്ട് സ്വിങ്ങിലായി ഇരിപ്പാണ് തുമ്പി. പിണങ്ങിപ്പോയവിന് പുറകെ ഇന്ന് ചെല്ലാൻ തോന്നിയില്ല. ചെറിയ വാശി അവൾക്കും തോന്നിപ്പോയിരുന്നു. ഏറെ നേരത്തിന് ശേഷം പുറകിലായി ആ സാന്നിധ്യം അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാൻ തോന്നിയില്ല തുമ്പിക്ക്. വാശിയുടെ മുഖം തിരിച്ചിരുന്നു. അടുത്ത നിമിഷം തന്നെ അവളെ എടുത്ത് തൊള്ളിയിട്ടുകൊണ്ട് റൂമിലേക്ക് നടന്നവൻ തുമ്പിന്ന് ചിന്തിക്കുന്നതിന് മുൻപേ എല്ലാം കഴിഞ്ഞു പോയിരുന്നു. ലീവ് മീ ദർശ, താഴെ നിർത്ത്. കിടന്ന് കുതിറിയിട്ടും പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ലാതെ വന്നതും അനുസരണയോടെ നിന്ന് തുമ്പി.
റൂമിലെത്തിയതും ബെഡിലേക്കായി അവളെ ഇട്ടുകൊണ്ട് അവനും അവൾക്കും മുകളിലായി തന്നെ അമർന്നു. തുമ്പിയെന്ന് പതറിപ്പോയി. എന്നോട് വാശി കാണിക്കരുത് വേദ. പറയുന്നതിനൊപ്പം തന്നെ തീക്ഷ്ണമായ നോട്ടമായിരുന്നു അവനിൽ. മുഖത്തെ ഓമനത്വവും കുറുമ്പുമെല്ലാം പാടെ മാഞ്ഞു പോയതുപോലെ, തീർത്തും മറ്റൊരാളെപ്പോലെ. ചോദിക്കാനും വാദിക്കാനും ഒരുപാടുണ്ടായിരുന്നിട്ടും ഒരു വാക്ക് കൊണ്ടുപോലും അവനെ എതിർക്കാതെ നിന്ന് കൊടുത്തതേയുള്ളൂ തുമ്പി. ഈ ഒരുവന് മുന്നിൽ തോറ്റുകൊടുക്കാൻ അത്രമേൽ ഇഷ്ടമാണ് അവൾക്കെന്ന് തോന്നും. എനിക്ക് നീ മതി, നീ മാത്രം. ഒരിക്കൽ കൂടി ഇനി അങ്ങനെ പറഞ്ഞാൽ നീ നിന്റെ ദർശനെ കാണില്ല വേദ. അവൻ പറഞ്ഞു നിർത്തിയതും ഒരു ഞെട്ടലോടെ നോക്കി നിന്ന് പോയവൾ. വല്ലാത്തൊരു നോവ് തോന്നിപ്പോയി. കണ്ണുകൾ നിറഞ്ഞു. ഒരു കരച്ചിൽ ശബ്ദം തൊണ്ടക്കൊഴിയോളം എത്തി നിന്ന നിമിഷം തന്നെ വാശിയോടെ അവളുടെ ആദരങ്ങളെ ഒന്നാകെ പൊതിഞ്ഞെടുത്ത് ചുംബിച്ചു ശിവ. ആഴത്തിൽ, അത്രയും വ്യാപ്തിയിലുള്ളൊരു ചുംബനം. തിരികെ അവനെ ചുംബിക്കാനോ പുണരാനോ തുനിഞ്ഞില്ല തുമ്പി. ജയിക്കാൻ വേണ്ടി അവൻ പറയുന്ന ഓരോ വാക്കുകളും അവളെ വല്ലാതെ വേദനിപ്പിച്ചു. ഇരുതളങ്ങളെയും ഒരുപോലെ അവൻ ചുംബിച്ചു നുണയുമ്പോൾ അവളുടെ കണ്ണുനീര് കൂടി ആ ചുംബനത്തിൽ കലർന്നു. അവനിൽ അപ്പോഴും സന്തോഷമായിരുന്നു മുന്നിട്ട് നിന്നത്. അവൾക്കപ്പുറം ലോകമില്ലാത്തവന്, അവളെ തനിക്ക് മാത്രം സ്വന്തമായി കിട്ടണം എന്നാഗ്രഹിക്കുന്നവന് അവളെ ഈ തോൽവി നൽകുന്ന സന്തോഷം അളവുറ്റതായിരുന്നു. കരയല്ലേ, എനിക്ക് നീയല്ലേ ഉള്ളൂ. അവളിൽ നിന്ന് മടർന്ന് മാറിക്കൊണ്ട് പതിയെ പറഞ്ഞ നിമിഷം അവനെ ഇറുക്കെ പുണർന്ന് ആ മുഖം ഒന്നാകെ ചുണ്ടു ചേർത്തവൾ. അവളുടെ കണ്ണുനീരിനാൽ അവൻ്റെ മുഖം ഒന്നാകെ കുതിർന്നു. വേദ വിളിക്കുന്നതിന് മുൻപേ അവനിലേക്ക് അമർന്നുകൊണ്ട് അവൻ്റെ ചുണ്ടിനെ തൻ്റേതുമായി ചേർത്ത് വെച്ച് തുമ്പി. വിരലുകൾ അവൻ്റെ മുടിയിലും ഇടുപ്പിലുമായി അമർന്നു. ഈ ചുംബനം അവളുടെ മാത്രമായിരുന്നു. അത്രയും തീവ്രമായ ചുംബനം. കിതപ്പോടെ അവൾ അകന്നു മാറിക്കൊണ്ട് അവൻ്റെ കഴുത്തിലായി മുഖം അമർത്തി വെച്ചതും ശിവയുടെ ചുണ്ടിലായി ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇറ്റ്സ് റിയലി ടേസ്റ്റി വേദ. പതിയെ കാതോരം ചുണ്ടുകൾ അമർത്തി പറയുമ്പോൾ പല്ലുകൾ കഴുത്തിൽ ആഴ്ത്തിക്കൊണ്ടായിരുന്നു അവളുടെ മറുപടി. ഹൗച്ച്, വൈ? നീ ഒരു ദുഷ്ടനാ. അതെ, സ്വാർത്ഥൻ. ട്രൂ. തുമ്പി മുഖം ഉയർത്തിക്കൊണ്ട് അവനെ നോക്കി. കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നിൽപ്പാണ് അവൻ. എന്തിനാ ഇങ്ങനെ? ഞാൻ ഇങ്ങനെയൊക്കെയാ. എനിക്ക് നീ പറയുന്ന റിലേഷൻസ് ഒന്നും ഡൈജസ്റ്റ് ആവുകയും വേണ്ട. ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഒറ്റയ്ക്കാണ് ഞാൻ, ആരും കൂടെ ഇല്ലാതെ. ഭ്രാന്തിന് വേദനകളൊന്നും അറിയില്ലെന്ന് പറയും. അതൊക്കെ വെറുതെയാ. തല പൊട്ടിത്തെറിക്കുന്നത് പോലെ വേദനിച്ചിട്ടുണ്ട് എനിക്ക്. അലറി വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. അന്നൊന്നും നീ പറഞ്ഞ ആരെയും കണ്ടിട്ടില്ല ഞാൻ. ഇത്രയും പവർഫുള്ളായിട്ടുള്ള ആളുകളുള്ള ഫാമിലിക്ക് എന്നെപ്പോലെ ഒരുത്തിനെ കണ്ടുപിടിക്കാൻ എന്ത് പ്രയാസമായിരുന്നു വേദയുണ്ടായിരുന്നത്. നേരത്തെ ഒരു ചിരിയോടെയായിരുന്നു അവൻ്റെ ചോദ്യം. ഒരു വാക്ക് പോലും അവനോട് പറയാനില്ലാത്തവളെപ്പോലെ അവനിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചു നിന്നവൾ. അന്ന് അവർക്ക് ഞാനൊരു ഓപ്ഷനാണ് വേദ, വേണമെങ്കിൽ എന്നൊരു ഓപ്ഷൻ. അപ്പോൾ നീ ചിന്തിക്കും, ഇപ്പോൾ എന്താണ് ഇങ്ങനെയെന്ന്. അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. യു ആർ ദ റീസൺ. നിനക്ക് വേണ്ടിയാണ്, നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ. ദർശ, നിനക്ക് വേണ്ടിയാണ് വേദ. നിന്റെ ബ്രദേഴ്സ് ഉൾപ്പെടെ എല്ലാവരും എന്നോട് അടുക്കാൻ ശ്രമിക്കുന്നത്. ഏയ്, എന്തിനാ കരയുന്നേ ദർശ? അങ്ങനെയൊന്നും നിനക്ക്. വർഷയും ഇത്രയും തനിച്ചായിരുന്നു വേദ. ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, പല തരത്തിലുള്ളവർ. എന്നോട് അടുക്കാൻ ഒരുപാട് കാരണങ്ങളുള്ളവർ. അതിലൊന്നും പെടാത്ത ഒരാളെ ശിവ കണ്ടിട്ടുള്ളൂ. അവനൊന്ന് ചിരിച്ചു. അത്ര നേരം നിർവികാരമായി നിന്നവൻ്റെ മിഴികൾ വല്ലാതെ തിളങ്ങുന്നത് അവൾ കണ്ടു. ഹൃദയം പൊട്ടും എന്നതുപോലൊരു അവസ്ഥയിൽ അവനെ ഒറ്റുനോക്കിയവൾ. സങ്കടമാണോ സന്തോഷമാണോ എന്നറിയാത്തൊരവസ്ഥ. അത് നീയാണ്. യു ആർ മൈ എവറിത്തിങ്. തുമ്പിയുടെ നിറഞ്ഞു തൂവുന്ന മിഴികൾ തുടച്ചു മാറ്റിയവനും. എനിക്ക് നീ മാത്രം മതി വേദ, മറ്റാരും വേണ്ട. എല്ലാത്തിനും അപ്പുറം ഞാൻ ഈ പറഞ്ഞത് ഒന്നിനെയും കുറിച്ച് ബോധേടല്ല. നമുക്ക് എവിടെയെങ്കിലും പോയാലോ ദർശ? ശിവ പറഞ്ഞു നിർത്തിയതും തുമ്പി ചോദിച്ചത് അത്രമാത്രമായിരുന്നു. അത്രമേൽ ഹർഷത്തോടെ അവൻ്റെ ഹൃദയം ഒന്ന് തുള്ളി. എവിടേക്കാണ്? ദൂരെ എവിടെയെങ്കിലും, നമ്മൾ മാത്രമായി. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമായി. അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ടാണ് അവളുടെ ചോദ്യം. അവനൊരു ചിരിയോടെ അവളെ നോക്കി. നിനക്ക് വേണ്ടാത്ത ഒന്നും എനിക്ക് വേണ്ട, ആരും വേണ്ട. തുമ്പി അവനെ ഇറക്കെ പുണർന്നു. ആ നിമിഷം ആരും ഒന്നും അവളുടെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അല്ലെങ്കിൽ എല്ലാവർക്കും മുകളിലായി അവൻ മാത്രം നിറഞ്ഞു നിന്ന നിമിഷം. അവൻ പറഞ്ഞ വാക്കുകൾ ഓരോന്നും സത്യമാണെന്ന് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് മാത്രം. എൻ്റെ കൂടെ വരുമോ നീ? ഉറപ്പായും. മുംബൈക്ക് പോയാൽ പിന്നെ നമ്മൾ തിരിച്ചു വരില്ല വേദ. അതിന് മറുപടി ഒന്ന് മൂളേതേ ഇളുത്തുമ്പി. പ്രണയം ഇങ്ങനെയാണ്. അവനുള്ളത് ഭ്രാന്ത് അവളും നിറയുന്ന നിമിഷം.